ചരിത്രത്തിന്റെ അഭ്രപാളികളിൽ ഇടം നേടിയ ക്ഷേത്രങ്ങളിലൊന്നാണ് കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രം. വാസ്തുകലകളിലെ രാജാവ് എന്ന് ചരിത്രമടയാളപ്പെടുത്തിയ സാക്ഷാൽ പെരുന്തച്ചന്റെ വാസ്തുകലാ വൈഭവത്തിൽ ഉയർന്ന കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രം. ഓരോ മലയാളികൾക്കും സുപരിചിതനായ വ്യവസായിയും മലയാള സിനിമയിലെ ഒന്നാം നിര നിർമ്മാതാക്കളിൽ ഒരാളുമായ വിനായക എസ് അജിത് കുമാർ കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമര നിർമ്മാണത്തിനായി ആവശ്യമായ 1.25 കിലോ സ്വർണം ക്ഷേത്രത്തിന് കൈമാറിയത് വാർത്തയായിരുന്നു. പടിഞ്ഞാറ്റിൻകര ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റായ അദ്ദേഹം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായി മുടക്കിയ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ് പടിഞ്ഞാറ്റിൻകര മഹാദേവന്റെ മഹത്വം. ക്ഷേത്രത്തിലെ ധ്വജത്തിനു മുകളിൽ നന്ദിവാഹനം സ്ഥാപിക്കുമ്പോൾ പലർക്കും അറിയാത്ത ഒന്നാണ് ധ്വജപ്രതിഷ്ഠയുടെ പ്രാധാന്യം. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളുടെ സ്ഥാനമായ ഗർഭഗൃഹ മധ്യസ്ഥിൽ നിന്നും നിശ്ചിത അളവ് അകലത്തിൽ സ്ഥാപിക്കുന്ന ആധാരശിലയിൽ നവരത്നങ്ങൾ, സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവ കൊണ്ടുള്ള നാണയങ്ങൾ നിക്ഷേപിച്ച് അതിനു മുകളിലാണ് കൊടിമരം സ്ഥാപിക്കുന്നത്. ആധാരശില മുതൽ മുകളിലേക്ക് നാളം, ഉപപീഠം, തറ, വേദി, അധോമുഖ കമലം, ഊർദ്ധമുഖ കമലം, അഷ്ടദള പത്മം എന്നിവയുമുണ്ടാകും. പിന്നീട് ചുറ്റുമായി അഷ്ടദിക്പാലകർ ഇവയിൽ ഉപപീഠം മുതലുള്ള മുകളിൽ കാണാം. ദക്ഷിണേന്ത്യയിലെ മിക്ക ക്ഷേത്രങ്ങളുടെയും ഒരു പ്രധാന സവിശേഷതയാണ് ധ്വജസ്തംഭം അഥവാ കൊടിമരം. ക്ഷേത്രത്തിനു മുന്നിലാണ് ധ്വജസ്തംഭം സ്ഥാപിക്കുന്നത്. ഇന്ന് പല ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിലും ധ്വജസ്തംഭങ്ങൾ ഒരു സ്ഥിരം സവിശേഷതയാണ്. അവ സ്വർണമോ വെള്ളിയോ പൂശിയതോ ചെമ്പ് അല്ലെങ്കിൽ പിച്ചള കൊണ്ട് പൊതിഞ്ഞതോ ആണ്. ധ്വജസ്തംഭത്തിന്റെ മുകൾ ഭാഗത്ത് 3 തിരശ്ചീനമായ തൂണുകൾ അല്ലെങ്കിൽ ശ്രീകോവിലിലേക്ക് നയിക്കുന്ന 3 ശാഖകളുണ്ട്. ഇത് നീതി, പ്രശസ്തി, ഔചിത്യം അല്ലെങ്കിൽ ത്രിമൂർത്തികളായ വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്നിവരെ പ്രതീകപ്പെടുത്തുന്നു. സാധാരണയായി ഒരു ബലിപീഠം ധ്വജസ്തംഭത്തിനും ശ്രീകോവിലിനും സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ കൊടിമരം എന്നറിയപ്പെടുന്ന ഉയരമുള്ള ഒരു തൂൺ പോലെയുള്ള ഘടനയാണ് ധ്വജസ്തംഭം. ഉത്സവവേളകളിൽ ആ പ്രത്യേക സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനുമായി ധ്വജസ്തംഭം വ്യത്യസ്തതരം പതാകകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ദേവന്റെ വാഹനത്തിന് തൊട്ടുമുമ്പിലായി ദേവനിൽ നിന്നൊരു നേർരേഖയിലാണ് ധ്വജസ്തംഭം സ്ഥിതി ചെയ്യുന്നത്. അതും അതേ അക്ഷീയ രേഖയിലാണ്. മിക്ക ഹിന്ദു ക്ഷേത്രങ്ങളിലും ക്ഷേത്രത്തിനു മുന്നിലൊരു ധ്വജസ്തംഭമുണ്ട്. ക്ഷേത്രത്തിലെ ഒരു പ്രധാന ഉത്സവത്തിന്റെ ഉദ്ഘാടനമായിരുന്നു ധ്വജസ്തംഭത്തിലെ ക്ഷേത്ര പതാക ഉയർത്തൽ ചടങ്ങ്. പട്ടണത്തിലെ ജനങ്ങൾക്കും സന്ദർശകർക്കും ഒരു ഉത്സവം നടക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചനയായും ആ പതാകകൾ പ്രവർത്തിക്കുന്നു. സ്വർഗത്തെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമമായും ധ്വജസ്തംഭത്തെ പരാമർശിക്കുന്നുണ്ട്. അതായത് ഭൂമിയിലെ ജീവജാലങ്ങളായ നമ്മളും മുകളിലുള്ള പരമാത്മാവായ ദൈവവും തമ്മിലുള്ള ആത്മീയ ബന്ധനമായി ഇത് സൂചിപ്പിക്കുന്നു. ഇനി പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു ഭക്തൻ ക്ഷേത്രത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് ജീവിതത്തിലൂടെ തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന വ്യക്തിയാണ് വിനായക എസ് അജിത് കുമാർ. കൊട്ടാരക്കരയുടെ പ്രശസ്തി കൊട്ടാരക്കര മഹാഗണപതിയിലൂടെയും പടിഞ്ഞാറ്റിൻകര മഹാദേവനിലൂടെയും ലോകം മുഴുവൻ വ്യാപിക്കട്ടെ.